ഗുഡ് മോർണിംഗ്. കൊല്ലം സ്റ്റോറീസ് മോർണിംഗ് അപ്ഡേറ്റ്സ്. കൊല്ലം തിരുമുല്ലാവാരത്ത് മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തി. മനയിൽ കുളങ്ങരയിൽ ആൾതാമസമില്ലാത്ത വീടിന്റെ അടുത്താണ് മധ്യവയസ്കനെന്ന് സംശയിക്കുന്ന ആളുടെ അസ്ഥികൂടം കണ്ടെത്തിയത്. ഏറെ നാളായി ആൾതാമസമില്ലാതിരുന്ന വീട്ടിൽ ഇന്നലെ തേങ്ങയിടാൻ കയറിയ ആളാണ് ആദ്യം അസ്ഥികൂടം കണ്ടത്. ശാസ്ത്രീയമായ പരിശോധനകൾ തുടരുന്നുണ്ട്. മഴ മാറിയതോടുകൂടി ദേശീയപാതയിൽ പൊടിശല്യം രൂക്ഷമെന്ന് ചാത്തന്നൂർ നിവാസികൾ. ഇത്തിക്കര വളവ് ഉൾപ്പെടെയുള്ള വിവിധ ഭാഗങ്ങളിൽ പൊടിശല്യം കാരണം യാത്രക്കാരും പരിസരവാസികളും വലയുകയാണ്. പൊടിശല്യം ഒഴിവാക്കുന്നതിന് വെള്ളം തളിക്കുന്നതിൽ ദേശീയപാത നിർമ്മാണ കമ്പനി അലംഭാവം കാട്ടുകയാണെന്നാണ് പരാതി. ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഇത്തിക്കര വളവിൽ പാത സഞ്ചാരയോഗ്യമാക്കാതെയാണ് വാഹനങ്ങൾ തിരിച്ചുവിടുന്നത്. പാതയിലെ മെറ്റൽ ഇളകി വാഹനങ്ങൾക്ക് കടന്നുപോകാൻ ബുദ്ധിമുട്ടുമുണ്ട്. ഇവിടം താൽക്കാലികമായി ടാർ ചെയ്യാത്തതിനാലാണ് വലിയ തോതിൽ പൊടിപടലം ഉയർന്നതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കൊല്ലം കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ളവർ 2023 ഡിസംബർ വരെ വംശാദായം അടച്ചവർ അംഗത്വം റദ്ദാക്കാതിരിക്കാൻ 31 മുൻപ് തുക അടച്ച് അംഗത്വം പുതുക്കണമെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് സെക്രട്ടറി അറിയിച്ചു. നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികൾക്കായി വാർഷിക വരുമാനം 1.5 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്ക് സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പാക്കി വരുന്ന സാന്ത്വന ധനസഹായ പദ്ധതിയുടെ അദാലത്ത് പോളയത്തോടുള്ള കോർപ്പറേഷൻ ഷോപ്പിംഗ് കോംപ്ലക്സിലെ നോർക്ക ഓഫീസിൽ 30 രാവിലെ 10 മുതൽ നടക്കും. അദാലത്തിൽ കുന്നത്തൂർ, കരുനാഗപ്പള്ളി, കൊല്ലം താലൂക്കിലെ അർഹരായവർക്ക് പങ്കെടുക്കാം. മരണാനന്തര ധനസഹായമായി ആശ്രിതർക്ക് പരമാവധി 1 ലക്ഷം രൂപ വരെയും ചികിത്സാ ധനസഹായമായി പരമാവധി 50,000 രൂപയും മകളുടെ വിവാഹത്തിന് പരമാവധി 15,000 രൂപയും അംഗപരിമിത പരിഹാര ഉപകരണങ്ങൾക്ക് പരമാവധി 10,000 രൂപയും പദ്ധതി പ്രകാരം ലഭ്യമാണ്. ഇന്നത്തെ സ്വർണവില: ഗ്രാമിന് 12,300 രൂപ, പവന് 98,400 രൂപ.